ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഹൗ ക്യാൻ യു സ്ട്രക്ചർ യുവർ ഓൺ ഡയറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പോകും. ആൾക്കാർക്ക് ബിഗിനേഴ്സിനായാലും എങ്ങനെ ഞാൻ ഡയറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, മാക്രോസ് എങ്ങനെയാണെന്നുള്ള ആസ്പെക്റ്റിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ ഐ വിൽ ടെൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഡയറ്റ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുകയെന്ന്. ഞാൻ മെല്ലെ മെല്ലെ വർക്കൗട്ട് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഡയറ്റ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ആദ്യത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇസ് ടു ഫൈൻഡ് യുവർ മെയിൻ്റനൻസ് കാലറീസ്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിളിൽ മെയിൻ്റനൻസ് കാലറീസ് കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഫസ്റ്റ് സൈറ്റ് തന്നെയാവും ആ സൈറ്റ്. എടുക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. മീൻസ് ഏജ് അതുപോലെ ട്രെയിനിങ് ഫ്രീക്വൻസി, ഹൈറ്റൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് കിട്ടും. പക്ഷേ ഇതൊരിക്കലും പ്രിസൈസ് ആവില്ല. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു നിർത്തിയില്ല ഞാൻ, കാരണം പ്രിസൈസ് ആവില്ല എന്നുള്ളത്. കാരണം അതൊരു റഫ് എസ്റ്റിമേറ്റ് ആവും. നിങ്ങൾ അവിടുന്ന് ആ ഒരു കാലറി ഇൻടേക്ക്, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ടിങ് വെയിറ്റ്, അതിനെ നോക്കിയിട്ട് ഒരു 10 days കഴിക്കുക. എൻ്റെ ഒരു ഒപ്പീനിയനിൽ എന്ന് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെയിറ്റ് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ആവറേജിനെ നോക്കുമ്പോൾ വെയിറ്റ് കൂടുണ്ടോ വെയിറ്റ് കുറയുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് അവിടുന്ന് റഫായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്, അതായത് റഫായിട്ടുള്ളൊരു ചേഞ്ചസ് വരുത്തിയാൽ യു വിൽ ഗെറ്റ് യുവർ മെയിൻ്റനൻസ് കാലറീസ്. അതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിഗറിങ് ഔട്ട് യുവർ മാക്രോസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മാക്രോ എന്തായാലും പ്രോട്ടീൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ മസിൽ ബിൽഡിങ്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ വെയിറ്റ്, ഉദാഹരണത്തിന് 60 kgs ആണെങ്കിൽ അത് പൗണ്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ജസ്റ്റ് ഗൂഗിൾ ഉപയോഗിച്ചാൽ മതി. പെർ പൗണ്ട് 1 gram പ്രോട്ടീൻ വെച്ച് കൺസ്യൂം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റ് 100 gram, ഞാനൊരു റഫ് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 100 grams പ്രോട്ടീൻ കഴിക്കണം നിങ്ങൾക്ക്. 100 ഇൻറ്റു ഒരു പ്രോട്ടീൻ, അതായത് പെർ കാലറിയിൽ 4, അതായത് പെർ ഗ്രാമിൽ 4 calories ആണുള്ളത്. അപ്പോൾ 100 gram ഇൻറ്റു 400 calories അങ്ങനെയായി. ഇനി ഫാറ്റിലേക്ക് വരുമ്പോൾ ഫാറ്റ്സ് എന്തായാലും 20 to 25% ഓവറോൾ കാലറീസിൻ്റെ വേണം ഫാറ്റ്. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെസസറി ഹോർമോൺ ലെവൽസിനും നിങ്ങളുടെ ബോഡിയുടെ വെൽബീയിങ്ങിനും ആവശ്യമാണ്. അപ്പോൾ അത് എത്രയാണ് കണ്ടുപിടിക്കുക? ഒരു ഫാറ്റിൻ്റെ 1 ഗ്രാമിൽ 9 calories ആണ്. അപ്പോൾ എത്രയാണ് കാലറീസ് കിട്ടിയത് അതിന് ഡിവൈഡ് ചെയ്യുക 9. അപ്പോൾ അതും കിട്ടി. ഇനി ബാക്കിയുള്ള കാലറീസ് കാർബ് വെച്ച് ഫില്ല് ചെയ്യുക. സിമ്പിൾ. പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്യുക, ഫാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. റെസ്റ്റ് ഓഫ് ദ കാലറീസ് ഫിൽ ഇൻ വിത്ത് കാർബ്. കാർബും സെയിം പോലെ പെർ ഗ്രാം 4 calories ആണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ മാക്രോസ് സ്ട്രക്ചർ ചെയ്യേണ്ടത് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് കണ്ടുപിടിച്ചു. മാക്രോസും അറേഞ്ച് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തന്നു. മാക്രോസ് അറേഞ്ച് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നിങ്ങളുടെ ഗോൾ എന്താണെന്ന് കൺസിഡർ ചെയ്യണം. ബൾക്കിംഗ് ആണോ, അതോ കട്ടിംഗ് ആണോ, അതോ മെയിൻറ്റെയിനിങ് ആണോ വെയിറ്റ്? ബൾക്കിംഗ് ആണെങ്കിൽ ആ കിട്ടിയ കാലറീസിന് ഒരു 250-300 calories സർപ്ലസിൽ കഴിക്കുക. മാക്രോസ് അതുപോലെ തന്നെ സ്ട്രക്ചർ ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് കട്ടിംഗ് ആണെങ്കിൽ 250-300 calories സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. മാക്രോസ് അതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഗെയിനിങ് അല്ലെങ്കിൽ ഡെഫിസിറ്റിലെ ഒരു കാലറി വൈസ് അറേഞ്ച്മെൻറ്റ്. ഇത്ര സിമ്പിളാണ്. മെയിൻറ്റെയിനിങ് ആണെങ്കിൽ സ്റ്റിക്ക് ടു വാട്ട് യു ഗോട്ട് വെൻ കാൽക്കുലേറ്റിംഗ് മെയിൻ്റനൻസ് കാലറീസ്. പിന്നെ എല്ലാവരും ചോദിക്കാറുള്ളത് ഞാൻ ഏതൊരു ഫ്രീക്വൻസിയിലാണ് ഞാൻ കാലറീസ് കൂട്ടേണ്ടത് എന്നാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 2300 ആണ് നിങ്ങളെ മെയിൻ്റനൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബൾക്കിലാകുമ്പോൾ ഒരു 2500 കഴിച്ചു തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ ഞാൻ പറയുന്നത് ഒരു 10 days വെച്ച് കൂട്ടുക. 10 days കൂടുമ്പോൾ ഒരു 100 calories ഇൻക്രീസ് ചെയ്യുക. പക്ഷെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു 2500 calories നിങ്ങൾ അത്യാവശ്യം വെയിറ്റ് കൂടുന്നുണ്ട് ഒരു വീക്ക്ലി ബേസിസിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ സ്പെൻഡ് ചെയ്താൽ മതി, കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റക്ക് ആകുമ്പോൾ, അതായത് പ്ലാറ്റി ആകുമ്പോൾ പിന്നെ 100 calories എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതറിയണമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെയിറ്റ് നോക്കണം. എന്നിട്ട് ഒരു ആവറേജ് മനസ്സിലായി നിങ്ങൾക്ക് കാലറീസ് എങ്ങനെ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള ആസ്പെക്റ്റിൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ബൾക്കിൽ എപ്പോൾ എന്തെങ്കിലും ഒരു 0.25 kg അല്ലെങ്കിൽ 0.50 kg ആ ഒരു എന്താ പറയുക ഇൻക്രീസ് ആയിട്ട് വെയിറ്റ് കൂടുന്നതാവും ബെറ്റർ.
കാരണം അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു കൺട്രോൾ ഉണ്ടാവും ബൾക്കിൽ. അപ്പോൾ അതാണ് ബൾക്കിൽ ഫ്രീക്വൻസി, അതായത് 10 days എന്നാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ബോഡിക്ക് അഡാപ്റ്റ് ആവാനും പറ്റും ഈ എക്സ്ട്രാ കാലറീസ് ഇങ്ങനെ കൊടുക്കും തോറും. കട്ട് ചെയ്യുമ്പോഴായാലും ഞാൻ പറഞ്ഞ പോലെ ഒരു വീക്കിലി 0.25 kgs കുറയണതാവും ബെറ്റർ. അപ്പം അതിനനുസരിച്ചിട്ട് കാലറീസ് ഡ്രോപ്പ് ചെയ്യുക. പിന്നെ കട്ടിങ്ങിലാകുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കണത് കുറയ്ക്കാം, അല്ലെങ്കിൽ കഴിക്കണത് അതുപോലെ തന്നെ വെച്ചിട്ട് കാർഡിയോ നിങ്ങളുടെ ലൂസ് ചെയ്യണ പേസ് കൂട്ടാൻ വേണ്ടി കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ 2 ചോയ്സ് നിങ്ങൾക്ക് കട്ടിങ്ങിലുണ്ട്. അപ്പോൾ ഇതാണ് ബൾക്ക് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴുള്ള കാലറീസ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യേണ്ട ഒരു ഫ്രീക്വൻസി. എനിക്കറിയാം ഇത് ഭയങ്കര ഷോർട്ടായ വീഡിയോ ആണ്, കാരണം ഈ കാര്യത്തിലാണ് ഏറ്റവും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആണ്. കാരണം ഇത് നിങ്ങൾ മെസ്സപ്പ് ചെയ്താൽ നിങ്ങളുടെ ടോട്ടൽ, അതായത് നിങ്ങളുടെ ഗോളിനും അത് ഭയങ്കരമായിട്ട് മെസ്സപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റണ സിമ്പിളറായിട്ട് ഞാൻ പറഞ്ഞു തന്നു. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാണ് എൻ്റെ ഡയറ്റ് ഒന്ന് സ്ട്രക്ചർ ചെയ്യാന്നുള്ള ആസ്പെക്റ്റിൽ. സോ ലിഫ്റ്റ് ഹെവി ആൻഡ് ട്രെയിൻ ഹാർഡ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.